ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഫുട്ബോളിലുള്ള ബെസ്റ്റ് സെറ്റിങ്സ് ആണ്. ബെസ്റ്റ് സെറ്റിങ്സ് ഇൻ ഈ ഫുട്ബോളാണ്. കുറച്ച് പ്രോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സെറ്റിങ്സ് ഒക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളെ ഗെയിം പ്ലേ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളെ ഗെയിം പ്ലേ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തിന് നിങ്ങൾ പ്രോ ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ കുഴപ്പമില്ലാതെ നിങ്ങളെ ഗെയിം പ്ലേ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് കൂടുതൽ ലാഗും കാര്യങ്ങളൊന്നും അടുപ്പിക്കാതെ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓപ്പൺ ആക്കി നേരെ എക്സ്ട്രാസിൽ വന്നിട്ട് നമ്മുടെ ഗെയിം സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്ലേ സെറ്റിങ്സിൽ വരികയാണെങ്കിൽ ഈ ഒരു പ്ലേ സെറ്റിങ്സിലാണ് നമ്മൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ. ഇത് കുറേ പേര് ഇപ്പോൾ യൂസ് ചെയ്യാതെ കളിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്മാർട്ട് അസിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സെറ്റിങ്സ് കുറേ പേര് ഓഫാക്കി ഇട്ടവരുണ്ടാകും, കുറേ പേര് ഓണാക്കി ഇട്ടവരുണ്ടാകും. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഓണാക്കി ഇടാൻ വേണ്ടി സാധിക്കും. കാരണം നിങ്ങൾ അസിസ്റ്റൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്ററായിട്ട് നിങ്ങൾ ത്രൂ പാസ്സൊക്കെ ഒന്നുകൂടി നിങ്ങൾ ബെറ്ററായിട്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. ഒരു ഓപ്ഷൻ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഓണാക്കി ഇടാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് ഇവിടെ കൺട്രോൾ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇത് ടച്ച് ആൻഡ് ക്ലിക്കും വിർച്വൽ പാഡും ഉണ്ട്. ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്നത് വിർച്വൽ പാഡാണ്. ഇത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ഒപ്പീനിയൻ ആയതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഏത് ഓപ്ഷനിലാണ് നിങ്ങൾ കളിച്ച് പഠിച്ചത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ മാക്സിമം സെലക്ട് ആക്കി ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ വിർച്വൽ പാഡാണ് ഞാൻ കളിച്ച് പഠിച്ച ഒരു ഓപ്ഷൻ. അതിൽ ഞാൻ ജസ്റ്റ് സെലക്ട് ആക്കി ഇടുകയാണ്. ഇനി നെക്സ്റ്റ് ഓപ്ഷനാണ് ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സ് ആണ്. ഡയറക്ഷണൽ സ്റ്റിക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളെ ജോയിസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ്. ഫിക്സഡ് ഓഫ് എന്ന് പറയുന്നത് 3 ഓപ്ഷൻസ് നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഓഫാണ് ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഓഫാണ്. ഇത് ഫിക്സഡിൽ കളിക്കുന്നവർ മൂവിൽ കളിക്കുന്നവരൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ ഓഫിലിടുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളെ പ്ലേയേഴ്സിനെ കാണാൻ വേണ്ടി സാധിക്കും, വിസിബിൾ ആയിരിക്കും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. നിങ്ങൾ മാക്സിമം കഴിയുന്നതും ഓഫിൽ തന്നെ ഇട്ട് സെറ്റാക്കി കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ചേഞ്ച് എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. ഇവിടെ അസിസ്റ്റഡ്, സെമി ഓട്ടോ, മാനുവൽ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. ഇത് ബെറ്റർ ഓപ്ഷൻ അസിസ്റ്റഡ് തന്നെയാണ്. കാരണം ഇപ്പോഴും മാനുവലോ സെമി ഓട്ടോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അസിസ്റ്റഡിലായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കാം. ഇതൊക്കെ മാറുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ ചേഞ്ചുകൾ ഗെയിം പ്ലേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അസിസ്റ്റഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലെയർ ഓട്ടോമാറ്റിക്കലി ഈ ഫുട്ബോൾ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് ആക്കി തരുന്നതാണ്. നിങ്ങൾ ഡിഫൻഡ് ഒന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. മാനുവൽ ആകുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ചേഞ്ച് ആക്കണം. മാക്സിമം നിങ്ങൾ അസിസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോഴും മാനുവലൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, മാക്സിമം അസിസ്റ്റഡിലായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു ഓപ്ഷനാണ് മൂവ്മെൻറ്റ് ഇൻപുട്ട് റേഞ്ച് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ. ഇത് നമുക്ക് ആവശ്യമില്ല. കാരണം ഇത് ഓഫാക്കിയിട്ടവരാണെങ്കിൽ, ജോയിസ്റ്റിക്ക് ഓഫാക്കിയിട്ടവരാണെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ ആവശ്യമില്ല. ഇനി ജോയിസ്റ്റിക്ക് ഓണാക്കിയിട്ടവരാണെങ്കിൽ നിങ്ങൾ നേരോ മീഡിയോ അത് നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ജസ്റ്റ് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഇവിടെ ജോയിസ്റ്റിക്ക് ഓഫാക്കിയിട്ടതിനാൽ തന്നെ നമുക്ക് ആ ഒരു സംഭവം നിങ്ങൾക്ക് ആവശ്യമില്ല. ആ ഒരു സംഭവം നിങ്ങൾ മീഡിയോ എന്താ വെച്ചാൽ നിങ്ങൾ ഇട്ട് വെക്കുക. അതൊക്കെ കഴിഞ്ഞ് ഇനി ജസ്റ്റ് നിങ്ങൾ താഴത്തേക്ക് വരികയാണെങ്കിൽ ഡിഫെക്റ്റിക് കൺട്രോൾ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ഓപ്ഷനാണ്. ഇപ്പോഴും പ്രഷർ സ്റ്റൈലിൽ കളിക്കുന്ന കുറേ പേരുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്. ഇതിനെ പറ്റിയൊരു പേഴ്സണൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്രഷർ സ്റ്റൈൽ ചെയ്യുന്നതിനെ പറ്റിയുള്ള കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഇപ്പോഴും പ്രഷർ സ്റ്റൈൽ യൂസ് ചെയ്യുന്നവർ മാക്സിമം സ്റ്റാൻഡേർഡിലായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ ഡിഫെൻഡിങ് ഒന്നും കൂടി നിങ്ങൾ ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞ് നിങ്ങൾ താഴ്ത്തിട്ട് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ സ്വിച്ച് ചെയ്യും. ബട്ടൺസ് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇത് ഞാൻ പേഴ്സണലി ഓൾറെഡി ഫുട്ബോൾ തന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ കൈ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു സെറ്റിങ്സ് കഴിഞ്ഞ് താഴ്ത്തിട്ട് വരികയാണെങ്കിൽ ബട്ടൺ ഒപ്പാസിറ്റി എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഓപ്ഷനും നിങ്ങളെ രീതിയിൽ നിങ്ങൾ സെലക്ട് ആക്കിയിടണം. എന്ന് വെച്ചാൽ നിങ്ങളെ ബട്ടൺസൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക കാണാപ്പാടായി ഒരു എയിമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഇടാം. അല്ലെങ്കിൽ നിങ്ങൾ മെല്ലെ മെല്ലെ കളിച്ച് റെഡി ആക്കണം. ഞാനിപ്പോൾ പേഴ്സണലി 20% ഇടാറ്. എൻ്റെ കൈ ഏകദേശം വഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 20% ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്.
ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ പോലെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ സെറ്റാക്കി എടുക്കാവുന്നതാണ്. സോ ഈ ഒരു ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴത്തിൽ വരികയാണെങ്കിൽ പ്ലെയർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് നമ്മളെ പ്ലെയർ നെയിമും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. സോ ജസ്റ്റ് പ്ലെയർ നെയിം ജസ്റ്റ് സെലക്ട് ആക്കി ഇട്ടേക്കാം. എൻ്റെ ഇവിടെ ന്യൂ പ്ലെയർ ഇൻഡിക്കേറ്റർ, അറ്റാക്ക്, ഡിഫൻസ് ലെവൽ, പിന്നെ ഡിസ്പ്ലേ റെൻഡർ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ഇട്ടേക്കും. ഇത് നമ്മളെ പ്ലേസ് അറ്റാക്ക് ചെയ്യാനും ഡിഫൻസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ഫാസ്റ്റായിട്ടൊന്ന് ചെയ്യാനുള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് ഓണാക്കി ഇട്ടേക്കാം. എൻ്റെ ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ റെൻഡർ അവേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കാണും. ഇവിടെ സ്ട്രിപ്പ് കളേഴ്സാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഹോമിലുള്ള നിങ്ങളെ കളേഴ്സ്, സ്ക്രീൻ കളേഴ്സൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങളെ ഇഷ്ടത്തിന് ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. എൻ്റെ ഇവിടെ സ്റ്റാമിനൻ്റെ ഒരു സംഭവം നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയറിൻ്റെ ഹെഡിൽ സ്റ്റാമിന കാണിക്കുന്ന ഒരു സംഭവം. ഞാൻ പേഴ്സണലി അത് ഓഫാണ് ഇട്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഓണാക്കിയിട്ട് കളിച്ചിട്ട് എക്സ്പീരിയൻസ് ഇല്ല. സോ അതെനിക്ക് ഓണാക്കി എന്തോ ഒരു ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങൾക്ക് ഓണാക്കിയിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണാക്കിയിടാം. സോ ഓണാക്കിയിട്ടാൽ ബെറ്ററാണ്. കാരണം കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇറക്കും. പ്ലെയറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പേഴ്സണൽ ഒപ്പീനിയൻ പോലെ നിങ്ങൾ ചെയ്യാം. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ലാസ്റ്റിലായിട്ട് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ പ്ലെയർ നെയിം, ഒപ്പോണൻറ്റ് ടീം എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ജസ്റ്റ് ഒപ്പോണൻറ്റ് ടീമിൻ്റെ പ്ലെയറിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സെറ്റിങ്സ് ആണ്. സോ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയിടാം. സോ പിന്നെ നമ്മുടെ കോപ്പിൻ്റെ ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റും, കോപ്പ് മാച്ചിൻ്റെ. സോ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിൽ നിങ്ങളെ യൂസ് എന്താണോ ആ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ലാസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അത് ജസ്റ്റ് ഹൈയിൽ തന്നെ ഇട്ട് വെച്ചേക്കാം. കാരണം നിങ്ങളെ മൊബൈലിലെ ഹൈ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. സോ ജസ്റ്റ് ഹൈയിലൊക്കെ ഇട്ട് വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്ലേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ഇനി കുറച്ച് ഓഡിയോസിൽ കുറച്ച് സെറ്റിങ്സ് വരികയാണെങ്കിൽ ഇവിടെ കമൻറ്റിൽ നിങ്ങൾ മാക്സിമം ഒരു 70% ഒക്കെ ജസ്റ്റ് നിങ്ങൾ സെലക്ട് ആക്കി ഇട്ടേക്കാം. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. സോ പലർക്കും പലതായിരിക്കും. സോ കമൻറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു 70% ആ ഒരു രീതിയിലാണ് ഇട്ട് വെക്കാറ്. ആൻഡ് സ്റ്റേഡിയം നോക്കുകയാണെങ്കിൽ ഒരു 50% ആ ഒരു രീതിയിലും. ആൻഡ് പിച്ച് സൗണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ഒരു 70 to 80% നിങ്ങൾ ജസ്റ്റ് സെലക്ട് ആക്കി ഇട്ടേക്കാം. ആൻഡ് സൗണ്ട് എഫക്റ്റ് മ്യൂസിക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു പിച്ച് സൗണ്ട് ഇതൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്ററായിട്ട് ഗെയിം ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഇവിടെ ഡൗൺലോഡിങ് ഡാറ്റ ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻട്രിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം ഞാനിപ്പോൾ അറബി കമൻട്രിയാണ് പേഴ്സണലി യൂസ് ചെയ്യാറ്. നമുക്ക് ഗെയിമിൽ ഒന്നുകൂടി നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സാധിക്കും. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഗ്രാഫിക്സിൽ നിങ്ങളുടെ ഫോണിനനുസരിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് സെറ്റാക്കിയിടാം. സോ ഞാൻ ഇവിടെ സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യാറ്. സോ ഇതൊക്കെ നിങ്ങളുടെ ഫോണിൻ്റെ കപ്പാസിറ്റി പോലെ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ആക്കിയിടുക. അപ്പോൾ ഞാൻ ഈ ഒരു പറഞ്ഞ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗെയിമിൽ മാക്സിമം ആഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യും. സോ ഈ ഒരു സെറ്റിങ്സോ ഈ ഒരു മാച്ചപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങളുടെ ഗെയിം പ്ലേയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നല്ല രീതിയിൽ കഴിയത്തുള്ളൂ. നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ട് പോയി നിങ്ങൾ റെഡി ആക്കണം. സോ കുറേ മാച്ചസ് കളിക്കാൻ വേണ്ടി ശ്രമിക്കും. സോ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ എല്ലാ മച്ചാന്മാർക്കും ബൈ.